ഈ ഒരു ഇരുമ്പ് ജനലിന് തേക്കിൻ്റെ കളർ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ ഒരു 2 ഇഞ്ച് ബ്രഷ് മാത്രം ഉപയോഗിച്ചിട്ട് എങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു വുഡിൻ്റെ ഡിസൈൻ ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും സിമ്പിളായ രീതിയിൽ ഒരു വുഡിൻ്റെ ഡിസൈൻ എങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ വുഡിൻ്റെ ഡിസൈൻ വരച്ച പല സൈറ്റുകളിൽ പോയാലും നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെയുള്ള ഡിസൈനുകൾ കുറേ സ്ഥലങ്ങളിൽ വരച്ചിട്ടുണ്ടാവും. കാരണം എന്താ, ഏറ്റവും എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്നതും ഏറ്റവും സ്പീഡിൽ വരയ്ക്കാൻ പറ്റുന്നതായ ഒരു ഡിസൈനാണ്. ഒറ്റ ബ്രഷ് മാത്രം മതി എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. കാരണം ഈ ഒരു ഡിസൈൻ വരയ്ക്കാനായിട്ടാണ് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് പോകുന്നതെങ്കിൽ ഒരു ബ്രഷും കൊണ്ടുപോയാൽ മതി. നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ പെട്ടെന്ന് വരച്ച് ഇങ്ങനെ ഒരു നാച്ചുറൽ തേക്കിൻ്റെ നാടൻ തേക്കിനൊക്കെ ഉണ്ടാകുന്ന ആ ഒരു കളറിൽ കുറച്ച് വെള്ളയും കുറച്ച് കളറും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്ക് വരച്ചെടുക്കാനായിട്ട് ഈ ഒറ്റ ബ്രഷ് മതി. പിന്നെ നമുക്കിതിനെ ഭംഗി ആക്കിയെടുക്കുക എന്നൊക്കെ ചില ആളുകൾ പറയും. കാരണം ചിലർക്ക് ഇതിന് കുറച്ചുകൂടെ മോഡൽ വേണം, ചില ഡിസൈൻസിലൊക്കെ ചെറിയ വരകൾ വേണം എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ ഐഡിയകൾക്കനുസരിച്ച് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. അത് ഓരോ ആളുകൾക്കും ഓരോ ഐഡിയകളായിരിക്കും. ചിലർ ബ്രഷ് കൊണ്ടായിരിക്കും, ചിലർ ചിലപ്പോൾ വല്ല കൊള്ളിയൊക്കെ എടുത്തിട്ട് കോറി വരയ്ക്കുന്നവരായിരിക്കും. അങ്ങനെ പല രീതിയിൽ വരയ്ക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഇന്നാൾ ഞാൻ കണ്ടു ഒരാൾ മാവിൻ്റെ ഇലയൊക്കെ പൊട്ടിച്ചിട്ട് വരയ്ക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെയും ഐഡിയ ആണത്. കൈ കിട്ടുന്ന എന്തോ അതുകൊണ്ട് നമ്മൾ ഇലയൊന്നും തപ്പാൻ പോകുന്നില്ല. നമ്മൾ നമ്മുടെ കൈയിൻ്റെ വിരലുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചെറിയ ഡിസൈൻ കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് മുന്നേ വാട്ടർ പേപ്പർ കൊണ്ട് ഒരാൾ ഡിസൈൻ കൊടുക്കുന്നത് കണ്ടു. അപ്പോൾ അത് ഓരോരുത്തരുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തോന്നുന്ന ആ ഒരു ഐഡിയ എടുത്ത് കിട്ടുന്ന ടൂൾസും വെച്ച് അവരങ്ങ് ചെയ്യാണ്. അതുപോലെ നമ്മളും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും നല്ല രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തി നല്ല നല്ല ഡിസൈനുകളൊക്കെ ചെയ്ത് വുഡിൻ്റെ ആ ഒരു ഫിനിഷിങ്. പിന്നെ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അത് സമയം കുറവിൽ ചെയ്യേണ്ട സൈറ്റുകളുണ്ടായിരിക്കാം, നമുക്ക് നല്ല വൃത്തിയിൽ ഒരുപാട് ഫിനിഷിങ്ങിൽ ചെയ്യേണ്ട സൈറ്റുകളുണ്ടായിരിക്കാം. ഓരോ സൈറ്റും വ്യത്യസ്തമായിരിക്കും. കാരണം പൈസ തന്നെയാണ് ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്. ഒരുവിധം നന്നാക്കി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സമയം എടുക്കുമ്പോൾ പൈസ കൂടും. നമ്മൾ സമയം എടുക്കാതെ സിമ്പിളായിട്ട് ചെയ്യുമ്പോൾ ഡിസൈൻസൊക്കെ ചിലപ്പോൾ കുറച്ച് കുറയും. അപ്പോൾ എന്താണ്, കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് വർക്ക് മൂവ് ചെയ്യും. അപ്പോൾ പൈസ വ്യത്യാസം വരും. ഇതാണ് ഈ ഒരു വർക്കിൽ സംഭവിക്കുന്നത്. ചിലർക്ക് ഡിസൈനൊന്നും വേണ്ട, വെറുതെ ഒരു കോട്ടൺ വെസ്റ്റ് കൊണ്ട് നമ്മൾ ഇതിൻ്റെ മുന്നേ ചെയ്ത വീഡിയോയിൽ പോലെ ലൈൻസുകൾ മതി. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ വുഡിൻ്റെ ഡിസൈൻ വരയ്ക്കുമ്പോൾ നമുക്കിതിൽ വരച്ചു കൊടുക്കണം. അല്ലാതെ ഇത് ഒരിക്കലും ഒരു ഡിസൈൻ വരില്ല വരയ്ക്കാതെ. അപ്പോൾ എന്താണ്, ഇതിന് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ട് കോട്ടൺ വെസ്റ്റ് കൊണ്ട് വലിക്കുമ്പോൾ നമുക്കൊരു 5 ജനൽ വലിക്കാൻ പറ്റുമ്പോൾ ചിലപ്പോൾ ഇത് 1 ജനലേ നമുക്ക് ഇതുപോലെ വരയ്ക്കാൻ പറ്റുള്ളൂ. ചില ആളുകൾ പറയും നമുക്ക് കൂടുതൽ ലൈൻസ് മതി, വർക്ക് ഒരു വുഡിൻ്റെ കളർ മതിയെന്ന്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഈ വർക്ക് എങ്ങനെ ചെയ്യണമെന്നുള്ളത്.